കേരളത്തിൽ UDF അനുകൂല തരംഗം ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. അത് ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നുള്ളത് ശക്തമാണ്. പക്ഷെ ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് വിചാരിച്ച് UDF അനുകൂല തരംഗത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നില്ല. LDFന്റെ മെച്ചപ്പെട്ട പ്രകടനം ഉണ്ടാവും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇവിടെ ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയി വരാൻ പോകുന്നത് BJPയുടെ വോട്ട് ഷെയർ ആണ്. BJPയുടെ വോട്ട് ഷെയർ ഉയരാൻ സാധ്യതയുണ്ട്. 2 സീറ്റിലെങ്കിലും BJP ജയിക്കാനും സാധ്യതയുണ്ട്. അതായത് ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട തൃശ്ശൂരാണ്, പിന്നെ രണ്ടാമത്തത് രാജീവ് ചന്ദ്രശേഖരന്റെ തിരുവനന്തപുരം. ഈ 2 സീറ്റുകളിൽ BJPയുടെ വിജയം, എസ്പെഷ്യലി തൃശ്ശൂര് പിന്നെ വളരെ വലിയ സാധ്യതയാണ്. തിരുവനന്തപുരത്തും കുഴപ്പമില്ലാത്ത സാധ്യതയുണ്ട്. മറ്റ് പല സ്ഥലങ്ങളും തന്നെ ആലപ്പുഴ ശോഭാ സുരേന്ദ്രൻ വലിയ രീതിയിൽ വോട്ട് പിടിക്കും, പക്ഷെ അവർ ജയിക്കില്ല. അവിടെ ആരിഫിനാണ് സാധ്യത. അതുപോലെ തന്നെ പത്തനംതിട്ടയുടെ കാര്യം എനിക്ക് അറിയില്ല, കാരണം അവിടുത്തെ സ്ഥാനത്ത് എനിക്കൊരു അവ്യക്തതയുണ്ട്. പത്തനംതിട്ടക്കാർ എന്തിന് അനിൽ ആന്റണിക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത് ഒരു വലിയൊരു ചോദ്യമാണ്. പക്ഷെ അതുകൊണ്ട് കഴിഞ്ഞ തവണ പിടിച്ച അത്ര വോട്ടുകൾ അനിൽ ആന്റണിക്ക് പിടിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പക്ഷെ പാലക്കാട് വലിയ രീതിയിൽ BJP വോട്ട് പിടിക്കാൻ സാധ്യതയുള്ള സ്ഥലമാണ്. പിന്നെ ബാക്കി പല സ്ഥലങ്ങൾ, ഇപ്പൊ ആലത്തൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ BJP വോട്ട് ഷെയർ മുമ്പ് കിട്ടിയതിനെക്കാട്ടും വോട്ട് ഷെയർ കൂട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പൊന്നാനി, അതുപോലെ കാസർഗോഡ്, ഈ പ്രദേശങ്ങളിലും BJPക്ക് വോട്ട് കൂടാൻ സാധ്യതയുണ്ട്. അപ്പം BJPയുടെ വോട്ട് ഷെയർ കൂടുന്നതാണ് സത്യത്തിൽ ഈ ഇലക്ഷനിലെ ഏറ്റവും വലിയ കേരളത്തിൽ ഉണ്ടാകുന്ന സവിശേഷത എനിക്ക് തോന്നുന്നു. അങ്ങനെ വോട്ട് ഷെയർ കൂടിക്കഴിഞ്ഞാൽ അവർക്ക് വരാൻ പോകുന്ന പഞ്ചായത്ത് നിയമസഭാ ഇലക്ഷൻ, കഴിഞ്ഞ തവണ പഞ്ചായത്തിനൊക്കെ ഭയങ്കര മോശം പെർഫോമൻസ് ആയിരുന്നു, നിയമസഭയിലും മോശം പെർഫോമൻസ് ആയിരുന്നു. ഈ പഞ്ചായത്ത് നിയമസഭാ ഇലക്ഷനുകളിലെല്ലാം തന്നെ ഒരു ഭേദപ്പെട്ട ഒരു വലിയ കോൺഫിഡൻസോട് കൂടിയിട്ട് അവർക്ക് മത്സരിക്കാൻ പറ്റും. എസ്പെഷ്യലി ഈ പറയുന്ന 2 സീറ്റ് തൃശ്ശൂര്, തിരുവനന്തപുരം കൂടി അവർ നേടിക്കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് BJPക്ക് അനുകൂലമായിട്ടൊരു എന്താ പറയാ, ഒരു തരംഗം ഇവിടെ വരാൻ സാധ്യതയുണ്ട്. തരംഗം എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ഇലക്ഷനിൽ BJP കേരളത്തിൽ അധികാരം പിടിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ നാട്ടിൽ എന്ത് പറഞ്ഞാലും പ്രശ്നമാണ്. തരംഗം എന്നൊക്കെ പറഞ്ഞാൽ എന്താ പറയുന്നത് പോലും മനസ്സിലാക്കില്ല. അവർ അടുത്തവണ BJP വന്ന് കേരളത്തിൽ അധികാരം പിടിക്കും, അങ്ങനൊന്നല്ല. BJP അനുകൂലമായിട്ട് ഒരു മൂഡ് സെറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ആ മൂഡ് സെറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും UDFൽ അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. UDFന്റെ വോട്ടിൽ വലിയ ചോർച്ച ഉണ്ടാക്കാൻ സാധ്യത, UDFന് അന്തഛിദ്രങ്ങൾ ഉണ്ടാക്കും. അത് BJP ഒരു 10 സീറ്റോളം നിയമസഭാ ഇലക്ഷനിൽ നേടുന്ന അവസ്ഥയിലേക്ക്, അതുപോലെ തന്നെ പഞ്ചായത്ത് ഇലക്ഷനിൽ കൂടുതൽ പഞ്ചായത്തുകളും കൂടുതൽ മുനിസിപ്പാലിറ്റികൾ BJP കിട്ടുന്ന ഒരവസ്ഥയിലേക്ക്, കൂടുതൽ ഘടകകക്ഷികളെ BJP ഭേദപ്പെട്ട 4 വോട്ടുള്ള ഘടകകക്ഷികളെ BJPയിൽ ആകർഷിക്കാനും അത് കാരണമാവും. അപ്പൊ തന്നെ കൊള്ളാവുന്ന ദിവസം നേതാക്കന്മാരെ കൂടി അവർക്ക് UDF എന്നൊക്കെ കിട്ടാൻ സാധ്യത, 4 വോട്ട് കയ്യിലുള്ള. ഇപ്പം ഞാൻ ആ അർത്ഥത്തിലാണ് കേരളത്തിലെ ഇലക്ഷനെ ഞാൻ കാണുന്നത്. പിന്നെ CPMനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദേശീയ പാർട്ടി പദവി നേതൃത്വങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് പരമാവധി വോട്ട് CPMൽ ചെയ്യിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം അവരുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ ദേശീയ പദവി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന പട്ടിയുടെയും പൂച്ചയുടെയൊക്കെ ജില്ലത്തിൽ പിന്നെ മത്സരിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് ആ കാര്യം ഒരു CPMമാരുടെ ഒരു ഇമോഷണൽ വിഷയമാണത്. അതുകൊണ്ടാണ് ആ കാര്യം എടുത്തെടുത്ത് അവരുടെ നേതാക്കന്മാർ പല സമ്മേളനങ്ങളിലും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ CPMന്റെ ഒരു വോട്ട് ഷെയർ കഴിഞ്ഞ ഇലക്ഷനെക്കാട്ടും കൂട്ടുക എന്നുള്ളത് ഏതായാലും കൂടും, കാരണം കഴിഞ്ഞ തവണ അത്രയും നെഗറ്റീവ് ഉണ്ടായിരുന്നത്. വോട്ട് ഷെയർ കൂടും, BJPയുടെ വോട്ട് ഷെയർ, BJPയുടെ ഒരു മൊത്തം ഒരു പ്രസൻസ് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അതാണ് ഞാൻ ഈ ഇലക്ഷനിൽ കാണുന്ന ഏറ്റവും വലിയ പ്രത്യേകത. അത് വിചാരിച്ച് കേരളത്തിലെ ഈ ചില മണ്ടന്മാർ ഇതൊക്കെ കേട്ടിട്ട് താഴെ കമന്റും കൊണ്ട് വരും. അതായത് കേരളത്തിൽ BJP തരംഗം, BJP 20 സീറ്റ് നേടും, പിന്നെ എന്താണ് മറ്റേ രാഹുൽ ഗാന്ധി വയനാട് തോൽക്കും എന്നൊക്കെ പ്രകൃതി അലി പറഞ്ഞു. അങ്ങനെ നല്ല പറഞ്ഞു, സൗകര്യം ഉണ്ട് മനസ്സിലാക്കിയാൽ മതി. പറഞ്ഞെന്ന് വെച്ചാൽ BJPയുടെ മൊത്തം പ്രസൻസ് കൂടും, അവരുടെ പ്രസൻസ്, പൊളിറ്റിക്കൽ പ്രസൻസ് കൂടും. എന്താ വെച്ചാൽ വോട്ട് ഷെയർ കൂടാൻ സാധ്യതയുണ്ട്, 2 സീറ്റുകൾ കിട്ടും. LDFന്റെ വോട്ട് ഷെയർ കൂടാൻ സാധ്യതയുണ്ട്. കാരണം CPMന് അവർക്ക് നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. UDFന് അനുകൂലമായിട്ട് തരംഗമൊന്നുമില്ല. അതായത് ഈ UDFൽ ഒറ്റ സീറ്റ് കിട്ടില്ല എന്നല്ല, ഈ UDFൽ ഏതാനും സീറ്റുകളൊക്കെ കിട്ടും, പക്ഷെ അനുകൂലമായിട്ടുള്ള തരംഗമൊന്നുമില്ല.